ഹലോ ഹായ്. അപ്പോൾ വൈകുന്നേരമായി. വൈകുന്നേരം എന്ന് പറയുമ്പോൾ 5:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ചാച്ചൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അപ്പോൾ മക്കളുണ്ട്. അപ്പോൾ ചായക്ക് നോക്കിയപ്പോൾ ചായക്കടികളായിട്ട് ഇവിടെ ഒന്നും ഇരിപ്പില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 നാടൻകായ ഉണ്ട്, 2 ചേമ്പും ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു ചിപ്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ 2 കായും ആ 2 ചേമ്പും ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നൊന്ന് അരിഞ്ഞെടുക്കാം. 2 കായും ഞാൻ അരിഞ്ഞു വെച്ചു. ഇനി ചേമ്പരി. ചേമ്പ് നല്ല നൈസായിട്ട് അരിയണം. അപ്പം ഞാൻ ആ 2 ചേമ്പും അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി, ചെറിയൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് പരിപാടി ആരംഭിക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് ഞാൻ ശകലം മഞ്ഞൾ ഒന്ന് തൂങ്ങി കൊടുത്തായിരുന്നേ. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പ് കലക്കിയത് ഒഴിക്കാം. നമ്മുടെ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. അടുത്ത ട്രിപ്പിടാം. പുറത്ത് നല്ല ഇടി വെട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇടി ഭയങ്കര പേടിയാണ്. എപ്പോഴാണോ ഭയങ്കരമായിട്ട് ഇടി വെട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതിന് മുമ്പ് നമുക്കിത് റെഡിയാക്കി എടുക്കണം. അപ്പം നമ്മുടെ രണ്ടാമത്തത് നമ്മൾ എടുത്തു. ഇനി നമ്മൾ ചേമ്പിടുക. ഇനി 2 പ്രാവശ്യമായിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പം ചേമ്പ് ഏകദേശം എല്ലാം മുക്കാൽ മൂത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പിടാം. തെറിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ. അപ്പം ഇത് നമുക്ക് കോരി മാറ്റാം. അതിന് മുമ്പ് നമുക്ക് ഇതുകൂടെ ശരിയാക്കി എടുക്കണം. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള ചേമ്പും കൂടി ഇടാം. പെട്ടെന്ന് രക്ഷപ്പെടണം, കാരണം ഇടി വെട്ടുന്നു പുറത്ത്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് കോരി മാറ്റാം. കുറച്ച് മുളക് പൊടി ചൂടോട് ചേർക്കണം. ഇച്ചിരി നാരങ്ങ നീര് ശകലം. അപ്പോൾ നമ്മുടെ ഇന്ന് എൻ്റെ മക്കൾക്ക്, എൻ്റെ മണിക്കുട്ടനും കൂക്കുമോനും എന്ത് കൊടുക്കുമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ 2 ഐറ്റംസ് ആണ്. ചേമ്പും നമ്മുടെ ഏത്തക്കായി. സൗണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. മോൻ തിന്ന് നോക്കിയേ. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെ താങ്ക്സ്.